സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് സൊല്യൂഷൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SSLC ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ചാപ്റ്ററിൻ്റെ ബാലൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് പല ഫോം ഓഫ് എനർജി ആയിട്ട് ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ബൾബിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഹീറ്ററിൻ്റെ കേസ് എടുത്താലോ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ആണല്ലോ. കഴിഞ്ഞ ചാപ്റ്റർ, അതായത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ മാഗ്നറ്റിക് എനർജി ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്തത്. സോ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റിക് എനർജി. ഓക്കെ, അതാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചത്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ ക്യാൻ വി കൺവേർട്ട് മാഗ്നറ്റിക് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? അതിൻ്റെ ഉത്തരവാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ഈ ചാപ്റ്റർ. പറ്റും. വി ക്യാൻ കൺവേർട്ട് മാഗ്നറ്റിക് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. നമ്മൾ ടെസ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ എക്സ്പെരിമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പെരിമെൻറ്റിനകത്ത് ഫസ്റ്റ് ഫിഗറിൽ തന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഒരു കോയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കോയിലുണ്ട് ആൻഡ് അതുപോലെ തന്നെ അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഉണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാനായിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെ. അവിടെ ഒരു കോയിലുണ്ട്. ഓക്കെ, കോയിലുണ്ട് ആൻഡ് ഒരു ഗാൽവനോമീറ്റർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗാൽവനോമീറ്റർ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോയിലിനകത്തേക്ക് കയറ്റുവാണ്, അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. അത് സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ല, കോയിലിനകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ പിക്ചറിൽ സെയിം കോയിൽ തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗാൽവനോമീറ്റർ ഇപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ മാഗ്നറ്റ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ഇൻസൈഡ് ദ കോയിൽ. കോയിലിനകത്ത് മാഗ്നറ്റ് അനക്കാതെ വെച്ചിരിക്കുവാണ്. മാഗ്നറ്റിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇനി അടുത്ത നാലാമത്തെ ഫിഗറാണ്. നാലാമത്തെ ഫിഗറിൽ കോയിലുണ്ട്. മാഗ്നറ്റ് നമ്മൾ കോയിലിന് പുറത്തേക്ക് മൂവ് ചെയ്യണം. മാഗ്നറ്റ് കോയിലിന് പുറത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാൽവനോമീറ്റർ ഉണ്ട് ആൻഡ് ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു, ഇവിടെ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ എക്സ്പെരിമെൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായ കാര്യം, വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അതായത് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ കോയിലിൽ ഒരു EMF ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്റർ അവിടെ എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ കേസസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ നോക്കി. ഫസ്റ്റ് ഫിഗറിൽ നമുക്കറിയാം, മാഗ്നറ്റ് ആകുമ്പോൾ അതിന് ചുറ്റും എപ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഇവിടെ മാഗ്നറ്റ് പുറത്താണ് ഇരിക്കുന്നത്. ഈ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തല്ല ഇരിക്കുന്നത്, കോയിലിനകത്തേക്കല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? EMF ഉണ്ടാവുന്നത്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കാഞ്ഞത്. സെക്കൻഡ് ഫിഗറിലേക്ക് വരുമ്പോഴോ മാഗ്നറ്റ് ഇതിനുള്ളിലാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ആൻഡ് ദ മാഗ്നറ്റ് ഈസ് മൂവിങ്. മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ മാഗ്നറ്റിക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് കോയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഹിയർ. ഇനി മൂന്നാമത്തെ ഫിഗറിലേക്ക് വരുമ്പോഴോ മാഗ്നറ്റിക് ഫീൽഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക. കാരണം മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. പക്ഷേ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല. കാരണം എന്താ? നമ്മളവിടെ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്, അനക്കുന്നില്ല. അതുകൊണ്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, EMF ഇല്ല, കറണ്ട് ഇല്ല. ഇനി അടുത്ത ഫിഗറിലേക്ക് വരുമ്പോഴോ നമ്മൾ മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായി? EMF ഉണ്ടായി, കറണ്ട് ഉണ്ടായി, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഇൻഫറൻസ് എന്താണ്? വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് as electromagnetic
മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കയ്യിലിവിടെ എന്താ ഉണ്ടായിരുന്നത്? ഒരു മാഗ്നറ്റാണ് ഉണ്ടായിരുന്നത്, മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടായിരുന്നത്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ ഉണ്ടാക്കി എങ്ങനെ? ഒരു കോയിലിനകത്തേക്ക് കയറ്റി അവിടെ ഉണ്ടായ ഫീൽഡിന് ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്മൾ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്തു. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, മാഗ്നറ്റിക് എനർജീനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ സെല്ലോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു മാഗ്നറ്റിൽ നിന്നാണ് ഇവിടെ കറണ്ട് ഉണ്ടാക്കിയത്. കറണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടായല്ലോ, ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കാം. കാരണം അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്ത ഒരു കറണ്ട്. ആൻഡ് ദ വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ്ഡ് ഈസ് കോൾഡ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF. അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കുന്നത്. ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒന്നുമില്ല, അവിടെ ഉണ്ടായ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടായ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് EMF. EMF എന്ന് വെച്ചാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ ടെസ്റ്റിന് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നമുക്ക് ആ ടേബിളും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇങ്ങനെ നമ്മൾ എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കി ഇലക്ട്രിക്കൽ എനർജീനെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ എനർജിക്ക് നമ്മൾ ഈ കോയിലിൻ്റെ ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ചേഞ്ച് ഉണ്ടാവും. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻഡ്യൂസ്ഡ് വിൽ ഓൾസോ ഇൻക്രീസസ്. ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടും. കോയിലിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടും. ഡിഫ്ലക്ഷൻ കൂടുമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് കൂടിയെന്നർത്ഥം. ഓക്കെ, ഇനി ടേൺസ് കുറച്ചാലോ? നേരെ ഓപ്പോസിറ്റ്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കുറയും, ദാറ്റ് മീൻസ് കറണ്ട് കുറയും. സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്, ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സ്ട്രോങ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കൂടും, കറണ്ട് കൂടും. ഇനി വീക്ക് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ നേരെ തിരിച്ച്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കുറയും, കറണ്ടും കുറയും. നമ്മൾ ഈ ഒരു മാഗ്നറ്റിനെ ഓക്കെ മൂവ് ചെയ്യുന്ന സ്പീഡ്, അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുവരുന്ന സ്പീഡ്, ആ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടും, കറണ്ട് കൂടും. സ്പീഡ് കുറച്ച് കഴിഞ്ഞാലോ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കുറയും, കറണ്ടും കുറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്ത് ആ ടേബിളിൽ പഠിക്കാനായിട്ട്. സോ നിങ്ങൾ ടേബിളൊക്കെ ഒന്ന് ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ അതിന് മുന്നേ ഒരു ടേബിളും കൂടെ ഉണ്ട്. ആ ടേബിൾ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എന്തായാലും ഒന്നും കൂടെ ഒന്ന് പറയാം, നിങ്ങൾ ടെസ്റ്റിൽ നോക്കിക്കോളാം. മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി നിയർ ദ സോളിനോഡ്. സോളിനോഡിന് അടുത്തായിട്ട്, അതായത് സോളിനോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൽ. ഓക്കെ, സോളിനോഡിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ സോളിനോഡിൻ്റെ അടുത്തായിട്ട് മാഗ്നറ്റ് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും അവിടെ? കാരണം ഉണ്ടാവുമോ? കാരണം ഉണ്ടാവില്ല. കാരണം അവർ ഡിഫ്ലക്ഷൻ കാണിക്കുമോ? അതുമില്ല. ഡസൻ ഡിഫ്ലക്റ്റ്. ഓക്കെ, ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ കാണിക്കുന്നില്ല. നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ സോളിനോയിഡ്. അതായത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ നമ്മൾ അകത്തേക്ക് കയറ്റുന്നു. നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, നോർത്ത് പോൾ ഉള്ളിലേക്ക് കയറ്റുന്നു. എന്ത് സംഭവിക്കും? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫ്ലക്ഷൻ ഏത് ഡയറക്ഷനിലാണ്? ഓക്കെ, ലെഫ്റ്റിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അടുത്തത് മാഗ്നറ്റ് സ്റ്റേഷനറി ഇൻസൈഡ് സോളിനോയിഡ്. സോളിനോയിഡിനകത്ത് നമ്മൾ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുന്നു. സ്റ്റേഷനറി ആയിട്ട് വെച്ചാൽ ഡിഫ്ലക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ? ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഫൈനലി മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. ഓക്കെ, മാഗ്നറ്റ് സോളിനോയിഡിന് പുറത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അവിടെ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർത്ത് പോൾ ആണല്ലോ അകത്തേക്ക് എൻ്റർ ചെയ്തത്, നോർത്ത് പോൾ ആണല്ലോ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി സൗത്ത് പോൾ നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്താൽ, അതായത് ഈ മാഗ്നറ്റ് നേരെ തിരിച്ച് അകത്തേക്ക് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? സൗത്ത് പോൾ അകത്തേക്ക് കയറ്റിയാലും അതേപോലെ തന്നെ കയറ്റുമല്ലേ, അകത്തേക്ക് കൊണ്ടുപോകുമല്ലേ, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നു. മാഗ്നറ്റ് അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഡിഫ്ലക്റ്റ് ചെയ്യും, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറും. നമ്മൾ നോർത്ത് പോൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ സൗത്ത് പോൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇനി സൗത്ത് പോൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴോ? നോർത്ത് പോൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ സൗത്ത് പോൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം, നമ്മൾ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സോളിനോയിഡും അതേ സ്പീഡിൽ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവില്ല. കാരണം അവിടെ മാഗ്നറ്റ്, നമ്മൾ ആലോചിക്കും മാഗ്നറ്റ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, സോ ഫ്ലെക്സിന് ചേഞ്ച് വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെ ഫ്ലെക്സിന് മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സോളിനോയിഡ് മൂവ് ചെയ്യാം. സോ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എഫക്റ്റിലേക്ക് വരുന്നില്ല. രണ്ടുപേരും ഒരുപോലെ മൂവ് ചെയ്യുന്നു. സോ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. രണ്ടുപേരും മൂവ് ചെയ്യുന്നതുകൊണ്ട്, ഒരേപോലെ മൂവ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് നമുക്ക് നോക്കാം.
ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് സ്ട്രെസ് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതായത് നമ്മുടെ വലത്തെ കൈയുടെ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, ഈ 3 വിരലുകളും നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതായത് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ അവർ തമ്പ് ഇൻഡിക്കേറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ and forefinger represents the direction of magnetic field and this middle finger represents the direction of current. If the forefinger represents the direction of magnetic field and the thumb indicates the direction of motion of the conductor, then the middle finger represents the direction of induced current. നമ്മുടെ തമ്പ് എന്തിൻ്റെ ഡയറക്ഷൻ കാണിക്കുമെന്നാണ് പറയുന്നത്, മോഷൻ ഓഫ് ദി കണ്ടക്ടർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനാണ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഫോർ ഫിംഗർ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത് ഓർത്ത് വയ്ക്കാനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളിങ്ങനെ ഓർക്കുക, ഫാദർ, മദർ ആൻഡ് ചൈൽഡ്, ഇത് രണ്ടും നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇത് മദർ ആകുമ്പോൾ എം അല്ലേ, എം ആകുമ്പോൾ എന്താ, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ചൈൽഡ് സി ആകുമ്പോൾ കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കാം. എൻ്റെ തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് AC ആൻഡ് DC, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡിറക്റ്റ് കറണ്ട്. നമുക്ക് അതും കൂടി ഈ ക്ലാസ്സിലെടുക്കാം, ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു പോർഷനാണ്, അതും കൂടി എടുക്കുന്നുള്ളൂ ഈ ക്ലാസ്സിൽ. AC ആൻഡ് DC. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഡയറക്റ്റ് കറണ്ട്? നമുക്ക് ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ടെസ്റ്റിലുണ്ട്, അത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സർക്യൂട്ട് തന്നിട്ടുണ്ട്, ആ സർക്യൂട്ടിൽ ഒരു സെല്ലുണ്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗാൽവനോമീറ്ററും ഉണ്ട്. ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ, അതുപോലെ തന്നെ ഡയറക്ഷനും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കി നോക്കിയപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഗാൽവനോമീറ്റർ ഒരു സൈഡിലേക്ക് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഗാൽവനോമീറ്റർ ഒരു സൈഡിലേക്ക് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ സെല്ല് കണക്ട് ചെയ്തപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു, സോ എന്തായാലും കറണ്ട് ഉണ്ട്. ആ കറണ്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തത്. സോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദറ്റ് കറണ്ട് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ, ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരേ ഒരു ഡയറക്ഷൻ മാത്രമുള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DC അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ഇനി നമ്മൾ വേറെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത നമ്മുടെ മാഗ്നറ്റും കോയിലും വെച്ചിട്ടുള്ള, സോളിനോയിഡും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. നമ്മുടെ സോളിനോയിഡ് ഇവിടെ ഉണ്ട് ആൻഡ് വി ഹാവ് എ ഗാൽവനോമീറ്റർ ഹിയർ. സ്റ്റാർട്ടിങ്ങിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിച്ചില്ല. എന്നാൽ ഞാൻ മാഗ്നറ്റിനെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഗാൽവനോമീറ്റർ വിൽ ഡിഫ്ലക്റ്റ് ചെയ്യില്ലേ, ഡിഫ്ലക്റ്റ് ചെയ്യും. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, മാഗ്നറ്റിന് പുറത്തേക്ക് ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, ഗാൽവനോമീറ്റർ എഗെയിൻ ഡിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഡയറക്ഷൻ മാറി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കറണ്ട് ഉണ്ട്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു. സോ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഞാൻ അകത്തേക്ക് മൂവ് ചെയ്തപ്പോഴും പുറത്തേക്ക് മൂവ് ചെയ്തപ്പോഴും ഗാൽവനോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്തു. അതായത് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അവിടെ മാറുന്നുണ്ട്. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ AC. ആ കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ACയുടെയും DCയുടെയും ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ് എ ഡയറക്റ്റ് കറണ്ട്. നമ്മുടെ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട്, അതാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇനി എന്താണ് AC എന്ന് പറയുന്നത്, എ കറണ്ട് that changes its direction at regular intervals. ഓക്കെ, ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് AC. അപ്പോൾ നമ്മളിവിടെ ഒരു ബാർ മാഗ്നറ്റ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് എന്താണ്, AC ആണ്, DC അല്ല. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി നമുക്ക് AC ജനറേറ്ററാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.